ഗൗതമിന്റെ കൈക്കുള്ളിൽ ബോധമില്ലാതെ കിടക്കുന്ന ഋതികയെ കണ്ട് ബസു വേഗത്തിൽ അവൾക്ക് അടുത്തേക്ക് ഓടിച്ചെന്നു. ബോധമില്ലാത്ത അവസ്ഥയിലും അവൾ ഗൗതമിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അവളുടെ വായ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയിറങ്ങുന്ന നുരയും പതയും കൂടി കണ്ടതും ബസു ആകെ ഒന്ന് വിറച്ചുപോയി. ഋതു, കണ്ണു തുറക്ക്! അവളുടെ കവിളിൽ തട്ടി ബസു വിളിക്കുമ്പോൾ അവൾ കൂടുതൽ ശക്തിയിൽ ഗൗതമിന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. ബസുവിനെ പോലെ നീതുവും ഹർഷനും അവളുടെ അവസ്ഥ കണ്ട് ആകെ ഭയന്ന് നിൽക്കുമായിരുന്നു. അമ്മേ! ഹർഷന്റെ കയ്യിലിരുന്ന് കുഞ്ഞിപ്പെണ്ണ് തൻ്റെ അമ്മയെ നോക്കി വിതുമ്പി. കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ഹർഷൻ അവളെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചു. നീതു, പോയി വണ്ടിയെടുക്ക്! ഗൗതമിൻ്റെ കൈകളിൽ നിന്നും ഋതികയെ കോരിയെടുത്തുകൊണ്ട് വസു വണ്ടി കിടക്കുന്ന ഇടത്തേക്ക് ഓടി. ICUവിന് മുന്നിൽ അക്ഷമനായി നിൽക്കുവാണ് വസു. അവനൊപ്പം തന്നെ നീതുവും കുറച്ചു മാറി കുഞ്ഞുമായി ഹർഷനും നിൽപ്പുണ്ട്. ഋതികയെ അകത്തേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 45-നടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു ലേഡി ഡോക്ടർ ICUവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഋതുവിന് എന്താ പറ്റിയത്? അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടറിനെ കണ്ടതും അവർക്ക് അടുത്തേക്ക് ചെന്നുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ വസു ചോദിച്ചു നിർത്തി. മിസ്റ്റർ വേദ്, ആ കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടായ രോഗാവസ്ഥയുടെ പേര് എപ്പിലെപ്സി എന്നാണ്. അപസ്മാരം എന്ന് തന്നെ പറയാം. അമിതമായി എന്തിനെക്കുറിച്ചെങ്കിലും ഓർത്ത് ടെൻഷനാവുകയോ ആവലാതിപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ സഡനായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റിൻ്റെ റിയാക്ഷനോ മറ്റോ ആവാം. അങ്ങനെ എന്തെങ്കിലും സംഭവം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുൻപ് അങ്ങനെ വന്നിട്ടുള്ളതായി എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? നോ, ഞങ്ങളുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന കുട്ടിയാണ്. അല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല. ഡോക്ടറിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഒട്ടും ആലോചിക്കാതെ വസു പറഞ്ഞു. എന്തായാലും ഇന്നൊരു ദിവസം ആ കുട്ടിയെ ഒബ്സർവേഷനിൽ കിടത്താതെ പറ്റില്ല. ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. ബോഡി മരുന്നിനോട് റിയാക്ട് ചെയ്യാൻ സമയമെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് പറയുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഇതിനു മുൻപും ഈ അവസ്ഥ വന്നിട്ടുണ്ട്. അവരുടെ സംശയം പറഞ്ഞുകൊണ്ട് ഡോക്ടർ തിരികെ ICUവിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. എന്താ ഏട്ടാ ഇതൊക്കെ? ടീച്ചർക്ക് അപ്പോൾ ഇങ്ങനെ വരുമോ? എന്താ അവിടെ സംഭവിച്ചത്? ഹർഷൻ ടെൻഷനോടെ ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയാം ഹർഷ? അവൾ ഉണർന്നാലല്ലേ എന്തെങ്കിലും അറിയാൻ കഴിയൂ. ഒന്നുറപ്പാണ്, ഗൗതമിനെ ഋതുവിനറിയാം. അവൻ്റെ മുഖം അവളുടെ ഓർമ്മകളിലുണ്ട്. അതെന്താണെന്ന് അറിയുന്നത് വരെ ഗൗതം നമ്മുടെ കൺവേട്ടത്തിൽ നിന്നും എങ്ങോട്ടും പോകാൻ പാടില്ല. അത് പറയുമ്പോൾ വസുവിൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിട്ടുണ്ടായിരുന്നു. അതിന് ഋതിക ഉണരുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിനാ വസു? ഗൗതമിനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ കാരണം എന്താണെന്ന് അവൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയാലോ. നീതു സംശയത്തോടെ പറഞ്ഞു. അത് വേണ്ട നീതു. നമുക്ക് അവനെ സംശയമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ കള്ളങ്ങൾ മെനഞ്ഞ് സത്യത്തെ ഇരുട്ടിലാക്കും. അവൻ്റെ ഉള്ളിൽ കൗശലക്കാരനായൊരു കുറുക്കനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് നാളുകൾ കുറച്ചായി. നോക്കാം അവൻ്റെ മുഖം മൂടി അണിഞ്ഞുള്ള ഒളിച്ചുകളി എവിടം വരെ പോകുമെന്ന്. ഋതികയ്ക്ക് പിന്നാലെ രഹസ്യത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ ചവിട്ടിപ്പടി ചിലപ്പോൾ ഗൗതം തന്നെയാകും. വസുവിൻ്റെ കണ്ണുകൾ കുടിലതയോടെ തിളങ്ങി. പക്ഷേ ഏട്ടാ, ടീച്ചർ ഉണരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലോ. ഗൗതമിനെ കാണുമ്പോൾ ടീച്ചർക്ക് വീണ്ടും ഇതുപോലെ വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ടീച്ചറുടെ ജീവൻ വെച്ചൊരു റിസ്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹർഷൻ അവൻ്റെ ഭാഗം വ്യക്തമാക്കി. ഹർഷ, എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗത്തിന് ഒരു മുഖം കൂടിയുണ്ട്. രോഗാവസ്ഥയിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ അതിനു മുൻപ് നടന്നതൊന്നും രോഗിക്ക് ഓർമ്മയുണ്ടാകില്ല. അതായത് ഗൗതമിനെ കണ്ട കാര്യം ഋതികയ്ക്ക് ഇനി ഓർമ്മയുണ്ടാകില്ല. അവനെ അവൾ കാണാതിരിക്കാൻ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഗൗതമിൻ്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. ഋതിക നമുക്കൊപ്പമുണ്ടെന്നും അവൾക്ക് അവൻ്റെ മുഖം ഓർമ്മയുണ്ടെന്നും അറിയേണ്ടവരെ അവൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഏതു സമയവും അവൾക്കും കുഞ്ഞിനു നേരെ ഒരറ്റാക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും കരുതി വേണമിരിക്കാൻ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഋതികയെക്കുറിച്ചെല്ലാം തറവാട്ടിലുള്ളവരോട് പറയണം. ഗൗതമിനെ നമുക്ക് സംശയമുണ്ടെന്ന് ഒരിടത്തും അവന് തോന്നാൻ പാടില്ല. അവൻ്റെ കാര്യം തൽക്കാലം ആരോടും പറയണ്ട. പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും നിലുവിന് സംശയം തോന്നാൻ പാടില്ല. അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. സോ ബി കെയർഫുൾ. നീതുവിനെയും ഹർഷനെയും വസു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം നീതു കുഞ്ഞുമായി തറവാട്ടിലേക്ക് പോയി.
ഹർഷനും വസുവും അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് വസു. ഋതു എന്തോ കെണിയിൽ പോയി ചാടിയിട്ടുണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. അവൾ വീണ്ടും അതിലേക്ക് ഇറങ്ങി പുറപ്പെടുവാണ്. എന്തോ അത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സഞ്ജുവിനെയും കൂട്ടി ആവശ്യമില്ലാത്ത കുഴപ്പത്തിലെല്ലാം പോയി ചാടുന്നുണ്ട്. ജേർണലിസം തലയ്ക്ക് പിടിച്ച് വട്ടായി പോയിന്ന് തോന്നുന്നു പെണ്ണിന്. നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. തനിക്ക് മുന്നിലിരുന്ന് പേടിയോടെ പറയുവാണ് സത്യമൂർത്തി. എന്താ അങ്കിൾ ഇപ്പോൾ ഇങ്ങനെ പറയാൻ? എന്ത് കുഴപ്പത്തിലാ അവൾ പോയി ചാടിയത്? ഇതിനെപ്പറ്റിയൊന്നും എന്നോടവൾ പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെയും എന്നെ വിളിച്ചിരുന്നു. വസുവിൽ സംശയം നിറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ സഞ്ജു ഇതിന് കൂട്ടുനിൽക്കില്ല. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ സമയമാകുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണവൾ. എന്താ കാര്യമെന്ന് രാധുവിനറിയാമെന്ന് തോന്നുന്നു. അവളുടെ മുഖത്തും ഒരു കള്ളലക്ഷണം. താൻ നീതുവിനോട് പറഞ്ഞ് ആ സഞ്ജുവിനോട് ഇതേപ്പറ്റി ചോദിക്കാൻ പറയും. അല്ലാതെ നമ്മൾ ചോദിച്ചാലെന്നും അവർ പറയില്ല. നീതുവിനോട് ചിലപ്പോൾ സഞ്ജു പറഞ്ഞേക്കും. സത്യമൂർത്തി ഒരു വഴിയെന്നോണം പറഞ്ഞു. രാധുവിനറിയാമെങ്കിൽ അവളോട് ചോദിച്ചാൽ പോരെ അങ്കിൾ? ആ ബെസ്റ്റ്. അവൾ ചേച്ചിയുടെ അനിയത്തിയല്ലേ. ഋതു പറയാതെ അവൾ വാ തുറക്കില്ല. അതുകൊണ്ട് അത് വിട്. നീ നീതുവിനോടൊന്ന് പറയും. അവൾ വിചാരിച്ചാൽ സഞ്ജു വാ തുറക്കും. അവനെ മെരിക്കാൻ അവളെ കൊണ്ടല്ലേ കഴിയൂ. ICUവിന് മുന്നിലിട്ടിരുന്ന ചെയറുകളിൽ ഒന്നിൽ കൈകളിൽ തലയും താങ്ങിയിരിക്കുമായിരുന്ന വസു പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും ഞെട്ടലോടെ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്താ ഏട്ടാ, എന്തു പറ്റി? വസുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ഹർഷൻ സംശയത്തോടെ ചോദിച്ചു. നീതുവിനെ എത്രയും വേഗം കാണണം ഹർഷ. അവളോട് സംസാരിക്കാനുണ്ട്. വസു വെപ്രാളത്തോടെ പറഞ്ഞു. എന്താ ഏട്ടാ? ഏട്ടനാകെ വിയർക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വസുവിൻ്റെ ആകെ വിയർത്ത് കുളിച്ച് ടെൻഷനോടെയുള്ള നിൽപ്പ് കണ്ട് ഹർഷൻ ആദിയോടെ ചോദിച്ചു. ഉണ്ട് ഹർഷ. മൂർത്തി അങ്കിളിൻ്റെയും രാധുവിൻ്റെയും കൊലപാതകത്തിന് ഋതുവുമായി എന്തോ കണക്ഷനുണ്ട്. അവർ അന്ന് രാത്രി തേടി വന്നത് ഋതികയാകാനാണ് ചാൻസ്. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. മൂർത്തി അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു ഋതു എന്തോ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന്. അവരുടെ മരണത്തിലും അവളെ കാണാതായതിനിടയിൽ ഞാനത് വിട്ടുപോയി. വസുവിന് ആകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. അവൻ തലമുടിയിൽ കൈകൾ കോർത്ത് വലിച്ചുകൊണ്ട് ചെയറിലേക്ക് തന്നെ വീണ്ടും ഇരുന്നു. അഴിക്കാൻ ശ്രമിക്കും തോറും കെട്ട് മുറുകി വരുവാണ് ഹർഷ. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. ഋതികയുടെ നാവിൽ നിന്നും സത്യം അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവളുടെ നാട്ടിലേക്കൊന്ന് പോയാലോ? വസു ഗൗരവത്തോടെ ചോദിച്ചു. പക്ഷേ ഏട്ടാ, എങ്ങോട്ടാണെന്ന് കരുതിയാ നമ്മൾ പോകേണ്ടത്? നമ്മൾ ആ നാട്ടിൽ കാല് കുത്തുന്ന നിമിഷം തെളിവുകൾ നമുക്ക് ലഭിക്കാനുള്ള എല്ലാ പഴുതുകളും അവർ അടച്ചു കളയും. ടീച്ചറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മളിൽ നിന്നും മറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. അവസാനം നമ്മൾ പോകുന്നത് വെറുതെ ആകും, ഹർഷൻ നിരാശയോടെ പറഞ്ഞു. ഇല്ല ഹർഷ, അതിനുള്ള ധൈര്യം അവർ കാണിക്കില്ല. അങ്ങനെ കാണിച്ചാൽ അവർ അടയ്ക്കുന്ന പഴുതുകൾ തുറക്കാൻ ഈ വേദു വസുദേവിന് നന്നായി അറിയാം. നിനക്കെൻ്റെ കൂടെ വരാൻ കഴിയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വസുവിൻ്റെ ശബ്ദം കടുത്തു. വരാമേട്ടാ. ഏട്ടൻ എവിടേക്കാണെങ്കിലും ഞാനുമുണ്ട് കൂടെ. എങ്കിൽ തയ്യാറായിരുന്നോ? ഉടനെ പോകണം നമുക്ക്. പക്ഷേ ഏട്ടാ, എങ്ങോട്ടാ നമ്മൾ പോവുക? ആരോടാ ചോദിക്കുക? ഫാദർ അലക്സ് സെബാസ്റ്റ്യൻ ചർച്ച്. ഹർഷൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ വസുവിൻ്റെ പക്കൽ. അതാരാ ഏട്ടാ? ഹർഷൻ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, കണ്ടെത്തണം. ഋതികയ്ക്ക് നമ്മുടെ സ്കൂളിൽ ജോലി ശരിയായത് അദ്ദേഹം വഴിയാണ്. അപ്പോൾ നമ്മുടെ അന്വേഷണവും അവിടെ നിന്ന് തന്നെ തുടങ്ങണം. സാർ, പേഷ്യൻ്റ് വല്ലാതെ വയലൻ്റ് ആകുന്നു. ഒന്ന് അവിടെ വരെ വരുമോ? ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ ICUവിനുള്ളിൽ നിന്നും ഒരു നഴ്സ് ഹർഷനും വസുവിനും ഇടയിലേക്ക് വന്നുകൊണ്ട് ടെൻഷനോടെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞതും അവർ വന്നതുപോലെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. ഹർഷനും വസുവും പരസ്പരം നോക്കി. പിന്നെ വേഗത്തിൽ അവർക്ക് പുറകെ ICUവിനുള്ളിലേക്ക് കയറി. എന്നെ വിട്, എൻ്റെ മോളെവിടെ? അവളെ കൊണ്ടുവരാൻ പറ. തന്നെ പിടിച്ചു വച്ചിരിക്കുന്ന 2 നഴ്സുമാരെ തള്ളി മാറ്റി ഋതിക ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വസുവും ഹർഷനും അകത്തേക്ക് വരുന്നത്. ഋതു! വസു ഉറക്കെ വിളിച്ച് അവൾക്ക് അടുത്തേക്ക് ഓടി. ഋതു, നീ എന്തായി കാണിക്കുന്നത്? അടങ്ങിയിരിക്ക്. അവളുടെ കൈകളെ ബലമായി പിടിച്ച് വസു ദേഷ്യത്തോടെ പറഞ്ഞു. വേദ്, എൻ്റെ മോളെവിടെ? ശിവൂട്ടൻ എവിടെ വേദ്? അവൻ്റെ കയ്യെ തട്ടിയെറിഞ്ഞ് ഋതിക അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു.
മോള് വീട്ടിലുണ്ട് ഋതു, നീ ഒന്ന് സമാധാനിക്ക്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. വസു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ലില്ല, എൻ്റെ മോൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എനിക്ക് അവളെ കാണണം, ഇപ്പോൾ കാണണം. അതും പറഞ്ഞ് അവൾ വീണ്ടും അലറിക്കരഞ്ഞു. ഋതിക അത് പറയുമ്പോൾ തന്നെ വസുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവളെ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. പറയ് നീതു. വസു, ശിവൂട്ടൻ. നീതു, നിന്റെ ശബ്ദം എന്താ വല്ലാതെ? ശിവൂട്ടൻ എന്താ? ഫോണിൻ്റെ മറുഭാഗത്തു നിന്നും കേൾക്കുന്ന നീതുവിൻ്റെ വിറയാർന്ന ശബ്ദത്തിൽ വസു ആകെ കുഴഞ്ഞുപോയി. ശിവൂട്ടനെ കാണുന്നില്ല വസു. ഒരു വിറയലോടെ നീതു അത് പറയുമ്പോൾ വസുവിൻ്റെ കണ്ണുകൾ പോയത് ഋതികയിലേക്കായിരുന്നു. കരഞ്ഞു തളർന്ന് അവൾ അവശയായിരുന്നു അപ്പോഴേക്കും. ശിവൂട്ടാ. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിയുന്നുണ്ടായിരുന്നു.